നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക് CMRL ദുരൂഹ സാമ്പത്തിക ഇടപാട് കേസിൽ കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ച വിചാരണ കോടതി നടപടിക്കെതിരെ CMRL ഹൈക്കോടതിയിൽ. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി. തങ്ങളുടെ വാദം കേൾക്കാതെയാണ് കോടതി തീരുമാനമെടുത്തതെന്നാണ് CMRLന്റെ വാദം. വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കൊല്ലം പൂരത്തിന്റെ കുടമാറ്റത്തിൽ RSS നേതാവ് ഹെഡ് ഗോവറിന്റെ ചിത്രവും. ഹെഡ് ഗോവറിന്റെ ചിത്രം അടങ്ങിയ കുട ഉയർത്തിയത് നവോത്ഥാന നായകർക്കൊപ്പം. കുടകൾ അണിനിരത്തിയത് പുതിയകാവ് ക്ഷേത്രം. ചിത്രം ഉൾപ്പെടുത്തിയത് ഉത്സവങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ. MR അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ആയിരുന്നു അന്വേഷണം. അന്വേഷണത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ലെന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. PM ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ലെന്ന് CPI മുഖപത്രം ജനയുഗം. മോദി സർക്കാരിന്റെ ദുശ്ശാഠ്യത്തിന് വഴങ്ങരുതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. SSA ഫണ്ട് തടഞ്ഞുവെക്കുന്നതിനും കേന്ദ്രത്തിന് വിമർശനമുണ്ട്. മന്ത്രിസഭ യോഗത്തിലും PM ശ്രീ പദ്ധതിയെ CPI മന്ത്രിമാർ എതിർത്തിരുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കി. പൊതുസമ്മേളനത്തിൽ പഞ്ചാബ് PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീന്ദർ സിംഗ് രാജ വാറിംഗ് മുഖ്യാതിഥിയാകും. മുതലപ്പൊടി പ്രതിസന്ധിയിൽ സംയുക്ത സമരസമിതിയുമായുള്ള മന്ത്രിതല ചർച്ച ഇന്ന്. മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിർപ്പും ആശങ്കയും അറിയിക്കും. ഈസ്റ്ററിന് ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. മേലുദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന് സസ്പെൻഷനിൽ തുടരുന്ന N പ്രശാന്ത് IAS ഇന്ന് ഹിയറിംഗിന് ഹാജരാകും. വൈകിട്ട് 4:30 ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ ആണ് ഹിയറിംഗ്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ജനകീയ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ. ആനുകൂലികൾ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞതോടെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. വെച്ചിലപ്പാറ 13-ലായിരുന്നു ഹർത്താൽ ആനുകൂലികൾ വഴിതടയൽ സമരം നടത്തിയത്. സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്കു ചൂണ്ടിയ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ബ്ലോഗർ തൊപ്പിയെ വിട്ടയച്ചു. സംഭവത്തിൽ പരാതി ഇല്ലാത്തതിനാലാണ് കേസെടുക്കാതിരുന്നതെന്ന് വടകര പോലീസ് വ്യക്തമാക്കി. ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൾ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുകയായിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കുറ്റപത്രം നൽകിയ ED നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. രാജ്യവ്യാപകമായി കോൺഗ്രസ് ED ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. കഴിഞ്ഞ ദിവസമാണ് കേസിൽ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ED കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ 2-ാം പ്രതിയുമാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണെന്നും അത് അന്വേഷിക്കണമെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നും എബ്രഹാം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യം. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുമായ റോബർട്ട് വദ്രയെ ED ഇന്ന് ചോദ്യം ചെയ്യും. ഷിക്കോപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് റോബർട്ട് വദ്രയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ 5 മണിക്കൂർ വരെ നീണ്ടു. കേസ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകവീട്ടലാണെന്ന് വദ്ര ആരോപിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ കീഴ്പ്പെടുത്തിയത് മാവോയിസ്റ്റുകളിലെ പ്രധാനികളെയാണെന്ന് പോലീസ് പറഞ്ഞു. ഹൽദാർ, രാമ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ തലയ്ക്ക് 13 ലക്ഷം രൂപ വിലയിട്ടിരുന്നു. കോണ്ടഗാവിൽ നിന്ന് ജില്ലാ റിസർവ് ഗാർഡ്, ബസ്തർ ഫയർഫോഴ്സ് എന്നിവർ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്.
ബലാത്സംഗ കേസിലെ പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതി. ബലാത്സംഗത്തിനിരയായ സ്ത്രീ സ്വയം കുഴപ്പം ക്ഷണിച്ചു വരുത്തി എന്ന ഹൈക്കോടതി നിരീക്ഷണത്തിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തി. പ്രതിയെ പ്രകോപിപ്പിച്ചുവെന്നായിരുന്നു ജാമ്യക്കേസിൽ ഹൈക്കോടതിയുടെ പരാമർശം. കോടതിയുടേത് നിർവികാരമായ പരാമർശമാണെന്നും സുപ്രീം കോടതി വിലയിരുത്തി. ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ആർട്സ് ഫാക്കൽറ്റിയിൽ ക്ലാസുകൾ പുനരാരംഭിക്കണമെന്നും പരീക്ഷകൾ മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സിലബസ് പൂർത്തിയാകാതെ തന്നെ BA പ്രോഗ്രാം ക്ലാസുകൾ പെട്ടെന്ന് അവസാനിപ്പിച്ചെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ജോയിന്റ് എൻട്രൻസ് എക്സാമിന്റെ ചോദ്യപേപ്പറുകളിൽ തെറ്റുകളുണ്ടെന്ന് ആരോപണം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോച്ചിംഗ് സെന്ററുകളുമാണ് തെറ്റുകൾ ആരോപിച്ച് രംഗത്തെത്തിയത്. ഉത്തര സൂചികകൾ പുറത്തിറങ്ങിയതിനു ശേഷം വിദ്യാർത്ഥികൾ എക്സിലൂടെ അതൃപ്തി പ്രകടിപ്പിച്ചു. പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപണങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സർപ്പദോഷ പരിഹാരത്തിനായി 7 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ നരബലി നൽകിയ കേസിൽ മാതാവിന് വധശിക്ഷ വിധിച്ച കോടതി. B. ഭാരതി എന്ന ലസിയെയാണ് ശിക്ഷിച്ചത്. തെലങ്കാനയിലെ സൂര്യപേട്ട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. നാഗ്പൂരിൽ റിസോർട്ട് ഉടമയെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി. സോഷു റെസ്റ്റോറന്റ് ഉടമയായ അവിനാഷ് രാജു ബുസാരി എന്നയാളാണ് കൊല്ലപ്പെട്ടത്. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന അവിനാശിനെ 4 അംഗ സംഘം വാഹനത്തിലെത്തി വെടിവെക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കളിക്കുന്നതിനിടയിൽ കാറിനുള്ളിൽ കുടുങ്ങിയ സഹോദരങ്ങളായ 2 പെൺകുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചു. തന്മയാശ്രീ, അഭിനയാശ്രീ എന്നിവരാണ് മരിച്ചത്. ഹൈദരാബാദ് ജില്ലയിലെ ചെവ്വല്ലയിലാണ് സംഭവം. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലാണ് കുട്ടികൾ കുടുങ്ങിയത്. അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഹിന്ദുക്കുഷ് മേഖലയിലാണ് 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിൽ ഇതുവരെ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 121 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത്. US-ൽ പട്ടാള നിയമ മാതൃകയിലുള്ള പുതിയ ഉത്തരവിൽ ഒപ്പിടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സിവിൽ നിയമനിർവഹണത്തിൽ US സൈന്യത്തിന് അധികാരം കൊടുക്കുന്ന നിയമമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് നടപ്പാക്കുകയെന്നാണ് സൂചന. ഏപ്രിൽ 20-ന് നിർണായക തീരുമാനമെടുക്കും. ഹാർവാർഡ് സർവകലാശാലയ്ക്ക് നേരെ പുതിയ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. സർവകലാശാല മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നികുതിയില്ല ആനുകൂല്യം റദ്ദാക്കും. രാഷ്ട്രീയ സ്ഥാപനമായി കണക്കാക്കി നികുതി ചുമത്തുമെന്നാണ് പ്രഖ്യാപനം. അക്കാദമിക് സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള ട്രംപിന്റെ നീക്കത്തെ ചെറുക്കുന്ന ഹാർവാർഡിനെ മുൻ പ്രസിഡന്റ് ഒബാമ അഭിനന്ദിച്ചു. ആണവ കരാറിൽ ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവായുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് US പിന്മാറില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ആണവ കരാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും ഇറാന്റെ ആരോപണത്തിനെതിരായിരുന്നു ട്രംപിന്റെ മറുപടി. കാൽനടക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുന്നതിനായി നിർമ്മിച്ച 2 പുതിയ മേൽപ്പാലങ്ങൾ അജ്മാൻ നഗരസഭ തുറന്നുകൊടുത്തു. 60 ലക്ഷം ദിർഹം ചെലവിലാണ് പുതിയ 2 കാൽനട പാലങ്ങൾ പണി പൂർത്തിയാക്കിയത്. 37 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അബുദാബിയിൽ റോഡിലെ മിനിമം വേഗപരിധി എടുത്തു കളഞ്ഞ് അധികൃതർ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിലെ നിയമമാണ് ഗതാഗത അതോറിറ്റി ഒഴിവാക്കിയത്. വേഗം കുറഞ്ഞാൽ പിഴ ഈടാക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഹെവി ട്രക്കുകളുടെ യാത്ര സുഗമമാക്കുന്നതിനുമാണ് കുറഞ്ഞ വേഗപരിധി നിയമം ഒഴിവാക്കുന്നത്. തൃശൂർ പാലിപ്പള്ളി കാരിക്കുളത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ഭീതി പരത്തി. ചൊക്കന റോഡിൽ കാരിക്കുളം ഡിസ്പെൻസറിക്ക് സമീപത്തെ തെങ്ങിൻ തോട്ടിലാണ് ആന ഇറങ്ങിയത്. റോഡിനോട് ചേർന്നുള്ള പറമ്പിൽ മണിക്കൂറുകളോളമാണ് ആന നിലയുറപ്പിച്ചത്. വാഹനയാത്രക്കാർക്ക് നേരെ ആന പാഞ്ഞെടുക്കുമോ എന്ന ഭീതിയും നാട്ടുകാർക്കുണ്ടായി. ജനവാസ മേഖലയിൽ മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു.
കോട്ടയം എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം ഒരു വശത്തേക്ക് മറയുകയായിരുന്നു. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം പുതിയകാവിൽ യുവ ഫുട്ബോൾ താരം ബൈക്ക് അപകടത്തിൽ മരിച്ചു. തടവ വടക്കുംമുറി സ്വദേശി നന്ദദേവനാണ് മരിച്ചത്. പുതിയകാവ് മുസ്ലിം പള്ളിക്ക് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. അപകടത്തിൽ സഹയാത്രികന് പരിക്കേറ്റു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഭൂട്ടാനിൽ നടന്ന റൂറൽ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ അംഗമായിരുന്നു നന്ദദേവൻ. മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണത്തിന് തുടക്കമിട്ട മുസ്ലിം ലീഗ്. ചന്തക്കുന്ന് ടൗണിൽ ചുവരെഴുത്തും കൈപ്പത്തി ചിഹ്നം വരച്ചും പ്രവർത്തകർ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ പ്രചാരണം ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനം. തൃശൂർ അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് റോഡുമായി കോൾ പാടശേഖരം ബന്ധിപ്പിക്കുന്ന പാലം അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ മന്ത്രി കെ രാജൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. അടുത്ത ദിവസം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ നിവേദനവുമായി എത്തിയ പടവ് കമ്മിറ്റി ഭാരവാഹികളോട് പറഞ്ഞു. ഇടുക്കി തൊടുപുഴയിൽ വളർത്തുനായയ്ക്ക് ഉടമയുടെ ക്രൂരമർദ്ദനം. ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം നായയെ ഉടമ തെരുവിൽ ഉപേക്ഷിച്ചു. വിളിച്ചിട്ട് വന്നില്ലെന്ന കാരണത്താലാണ് നായയെ മർദ്ദിച്ചത്. സംഭവത്തിൽ തൊടുപുഴ പോലീസ് കേസെടുത്തു. തൊടുപുഴ മുതലക്കോടത്ത് നിന്നാണ് ആനിമൽ റെസ്ക്യൂ ടീം നായയെ കണ്ടെത്തിയത്. നായയുടെ ദേഹമാസകലം മുറിവേറ്റിരുന്നു. പാലക്കാട് തൃത്താല കരിമ്പനക്കടവിലെ ബെബ്കോ ഔട്ട്ലെറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം വാങ്ങാനായി വരിയിൽ നിർത്തിയ പിതാവിനെ തൃത്താല പോലീസ് ചോദ്യം ചെയ്തു. മദ്യം വാങ്ങുന്നതിനായി വരിയിൽ നിന്നയാളാണ് പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. ചിലർ ചോദ്യം ചെയ്തെങ്കിലും വരിയിൽ നിന്ന് കുട്ടിയെ മാറ്റാൻ ഒപ്പം ഉണ്ടായിരുന്നയാൾ തയ്യാറായില്ല. കണ്ണൂർ തളിപ്പറമ്പിലെ ഓയിൽ മില്ലിൽ വൻ തീപിടുത്തം. തളിപ്പറമ്പ് മാർക്കറ്റിന് സമീപത്തെ മുതുകുട ഓയിൽ മില്ലാണ് കത്തി നശിച്ചത്. തളിപ്പറമ്പ് ഒമാൻ നഗറിൽ മുഹമ്മദ് കുഞ്ഞി എന്നയാളുടെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥാപനം. 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിരക്ഷാസേന തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. തൃശൂർ ഇരിങ്ങാലക്കുട ചേലൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയ ബൈക്കിലുണ്ടായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കയ്പമംഗലം സ്വദേശികളായ മോഹനൻ, പിറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ബസ് സ്റ്റോപ്പിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബാംഗ്ലൂരു സ്വദേശി 80 വയസ്സുള്ള മുനിസാമിയാണ് മരിച്ചത്. ഏറെ നാളായി ഭാര്യയോടൊപ്പം വടക്കാഞ്ചേരി നഗരത്തിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചു വന്നിരുന്ന ആളാണ്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ലഹരിമരുന്ന് പിടികൂടി. മണിപ്പൂർ സ്വദേശി ബിനോയിൽ നിന്നുമാണ് നിരോധിക്കപ്പെട്ട ഗുളികകളുടെ 4 സ്ട്രിപ്പുകൾ പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെ ഷൂസിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന് കണ്ടെത്തിയത്. കൊല്ലത്ത് 1 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ഉദയം മാർത്താണ്ഡ സ്വദേശി അഭിലാഷിനെയാണ് ഡാൻസ് ഓഫ് സംഘവും പോലീസും ചേർന്ന് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം ചാത്തന്നൂരിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവടക്കം 3 പേർ പോലീസിന്റെ പിടിയിൽ. ചവറ സ്വദേശി ഇർഷാദ്, ചാത്തന്നൂർ സ്വദേശികളായ അമീർ, രാജേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കടയിലെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ ചേർപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കോടന്നൂർ സ്വദേശി ശ്രീജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിഷു പൂരം ഡ്യൂട്ടിക്കിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥരായ അജിത്തിനെയും സിജോയെയും പ്രതി ഭീഷണിപ്പെടുത്തിയത്.
തൃശൂർ ആളൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയയാൾ പിടിയിൽ. കോടാലി സ്വദേശി ഗോപാലനാണ് പിടിയിലായത്. വാടക വീട് അന്വേഷിച്ച് വന്നതാണെന്ന് പരിചയപ്പെടുത്തിയ ഇയാൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞയുടൻ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മഞ്ഞനപ്പള്ളി സ്വദേശി ഷിന്നിനെയാണ് അറസ്റ്റിലായത്. എറിയാട് സ്വദേശി ശരത്തിനെയാണ് എം ടി സ്കൂളിനടുത്ത് കലാസൃഷ്ടി ക്ലബിന് സമീപം വെച്ച് കത്തിക്കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഷിനിൽ ഭാര്യയും മക്കളുമായി വഴക്കിടുന്നത് ശരത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഷിനിൽ ശരത്തിനെ ആക്രമിച്ചത്. തൃശൂർ വലപ്പാട് ബാറിൽ വെച്ച് വടിവാൾ വീശി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 യുവാക്കൾ റിമാൻഡിൽ. നാട്ടിക സ്വദേശികളായ അമൽ, മിഥുൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിക്കുളത്തുള്ള ബാറിൽ വെച്ച് പ്രതികളെ തുറിച്ചുനോക്കി എന്നാരോപിച്ചുകൊണ്ടാണ് നാട്ടിക സ്വദേശിയായ വിപിൻ കുമാർ വാളുകൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ ഇരിഞ്ഞാലക്കുടിയിൽ അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. ചിലങ്ക സ്വദേശി ഷാനവാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമാന പ്രായക്കാരിയായ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുത്തത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2025 ജനുവരിയിൽ FIR കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തൃശൂർ കയ്പമംഗലത്ത് പടക്കം പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ ഉണ്ടായ ആക്രമണ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശികളായ ലാലു, അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. ബീച്ചിന് സമീപം പടക്കം പൊട്ടിച്ചതിന്റെ വിരോധത്തിലാണ് ആക്രമണം ഉണ്ടായത്. തൃശൂർ കയ്പമംഗലത്ത് ബാറിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ജീവനക്കാരെയും ബാറിലെ ജീവനക്കാരെയും ആക്രമിച്ച 7 പേർ അറസ്റ്റിൽ. നാട്ടിക ബീച്ച് സ്വദേശികളായ അമൽ, ആദർശ്, എബിൻ, അഖിൽ, കൃഷ്ണ, അഭിഷേക്, മുഹമ്മദ്, ഹസൻ, അക്ഷയ് എന്നിവരാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറവുശാല ചാന്ദ് വി ബാറിലാണ് പ്രതികൾ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. പാലക്കാട് തൃത്താല വെള്ളിയാങ്കല്ല് മംഗലത്ത് കടയിൽ മോഷണം നടന്നത് വെള്ളിയാങ്കല്ല് മംഗലത്ത് പച്ചക്കറി കടയിൽ സ്റ്റേഷനറി കടയിലും. കട തുറക്കാൻ എത്തിയ കടയുടമ പൂട്ട് തകർത്ത നിലയിൽ കാണുകയായിരുന്നു. തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചേങ്ങാലൂർ സ്വദേശി വിജിലൻ, യാത്രക്കാരായ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ സുവിശേഷകൻ പിടിയിൽ. കോട്ടയം പാമ്പാടി സ്വദേശി ജോളി വർഗീസിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പെന്തക്കോസ് സഭയിലെ സുവിശേഷകയാണ് ജോളി വർഗീസ്. മണ്ണൂർ സ്വദേശികളായ 3 പേരുടെ പരാതിയിലാണ് അഞ്ചൽ പോലീസ് ജോളി വർഗീസിനെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മധ്യമേഖലയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ക്ഷേത്ര കിഴക്കേനട ഗോശാലയുടെ ഉദ്ഘാടനവും ഏപ്രിൽ 18 വെള്ളിയാഴ്ച നടക്കും. ചടങ്ങിൽ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്കുംഭാഗത്ത് നിർമ്മിക്കുന്ന പുതിയ നടപ്പന്തലിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കും. ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ ക്ഷേത്ര ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗുരുവായൂർ ക്ഷേത്രം പടിഞ്ഞാറേ നടപ്പന്തലിൽ കുഴഞ്ഞു വീണ ഭക്തന്റെ ജീവൻ രക്ഷിച്ച ദേവസ്വം സുരക്ഷാ ജീവനക്കാരനെ അനുമോദിച്ചു. ദേവസ്വം സെക്യൂരിറ്റി ഗാർഡായ വിമുക്തഭടൻ MG അജയ്കുമാറിനെയാണ് ദേവസ്വം ഭരണസമിതി ആദരിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അജയ്കുമാറിനെ പൊന്നാടി അണിയിച്ചു. ദേവസ്വം ഭരണസമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയായിരുന്നു ആദരം. തൃശൂർ ചിറ്റാറ്റുകര ഇടവകയിലെ ചിറ്റിലപ്പള്ളി തറവാട്ടുകാരുടെ 22ാം വാർഷിക കുടുംബസംഗമം നടത്തി. കുടുംബസംഗമം ഇടവക സഹവികാരി ഫാദർ ആൽഫിൻ അക്കരപട്ടേൽ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വർഗീസ് മാനത്തിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീർ ഷാ പാലോട് ഉദ്ഘാടനം ചെയ്തു.
കൊല്ലം NSS കല്ലട മേഖലാ സമ്മേളനം മെയ് 1 കിഴക്കേ കല്ലടയിൽ നടക്കും. കുണ്ടറ, പേരയം, കിഴക്കേ കല്ലട, മൺട്രോത്തുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നായി 16 കരയോഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അയ്യപ്പൻ പിള്ള മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മഠത്തിൽ M. ഉണ്ണികൃഷ്ണപിള്ള പറഞ്ഞു. തൃശൂർ BJP മണലൂർ മണ്ഡലം സജീവ അംഗങ്ങളുടെ കൺവെൻഷൻ നടത്തി. യോഗത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയവും സംഘടനകളുടെ വളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ച് മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് സംസാരിച്ചു. തൃശൂരിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ് കൂപ്പൺ 2ാം ഘട്ടം വിതരണം നടന്നു. പാവറട്ടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ MLA മുരളി പെരുന്നെല്ലി വിതരണം ഉദ്ഘാടനം ചെയ്തു. 100 കൂപ്പൺ വിതരണത്തിന്റെ 2ാം ഘട്ടമാണ് നടന്നത്. ജാതി വിവേചനത്തിനെതിരെ BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ KK സുരേന്ദ്രൻ ജാതി വിവേചനം രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റമാക്കി നിയമനിർമ്മാണം നടത്തണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. BJP ചങ്ങംകുളങ്ങര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച BR അംബേദ്കർ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്തും കുളത്തൂർ കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മില്ലറ്റ് ഫെസ്റ്റ് ജനശ്രദ്ധ നേടുന്നു. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിലാണ് 3 ഏക്കർ സ്ഥലത്ത് മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിവിധ കർഷക കൂട്ടായ്മകളുടെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം നീരാവിൽ വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്കായി നടത്തിവന്ന ജിജ്ഞാസ എന്ന അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. കലാരംഗത്ത് 66 വർഷത്തിന്റെ നിറവിലേറി നിൽക്കുന്ന പ്രകാശ് കലാകേന്ദ്രമാണ് കുട്ടികളുടെ സർഗവാസന വളർത്തിയെടുക്കാനും കലാരംഗത്ത് കൈപിടിച്ച് ഉയർത്താനും സാമൂഹിക പ്രതിബദ്ധത വളർത്താനുമായി ക്യാമ്പ് നടത്തുന്നുവെന്നത്. പ്രദേശത്തെ മുഴുവൻ കുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലാണ് മത്സരം. ഇതുവരെ 6 മത്സരങ്ങൾ കളിച്ച രാജസ്ഥാന് 2 മത്സരങ്ങൾ മാത്രമാണ് ജയിക്കാനായത്. സഞ്ജു സാംസൺ നയിക്കുന്ന ടീമിൽ മികച്ച താരങ്ങൾക്കുണ്ടായ ഫോം കണ്ടെത്താൻ കഴിയാത്തതാണ് ടീം നേരിടുന്ന പ്രതിസന്ധി. അതേസമയം ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച പ്രകടനം തുടരാൻ അക്സർ പട്ടേൽ നയിക്കുന്ന ഡൽഹിക്ക് കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനം ഓഗസ്റ്റിൽ. വൈറ്റ് ബോൾ പരമ്പരയാണ് ഇന്ത്യ കളിക്കുന്നത്. പര്യടനത്തിൽ 3 ഏകദിനങ്ങളും 3 T20 മത്സരങ്ങളുമാണ് ഉൾപ്പെടുത്തിയത്. ഓഗസ്റ്റ് 17 ഏകദിന പരമ്പരയോടെയാണ് പര്യടനം തുടങ്ങുന്നത്. ആദ്യ 2 ഏകദിനങ്ങളും അവസാന 2 T20കളും ധാക്കയിലെ ഷേർ ബംഗ്ല നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കും. ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആരതി ഗായത്രി ദേവി തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന തേരി മേരി ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. എക്ലാസ് ഫിലിംസ് ഫാക്ടറിയുടെ ബാനറിൽ അംജിത് SK, സനീഷ് അലി പുതുശ്ശേരി, ഫിനോസ് ഇലച്ചോല, സമീർ ചേമ്പനയിൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒരു കാലഘട്ടത്തിന്റെ തീവ്രമായ കഥ പറയുന്ന ഹത്തനെ ഉദയ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 18 ചിത്രം തിയേറ്ററുകളിലെത്തും. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ AK കുഞ്ഞിരാമ പണിക്കർ കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വൈശാഖ് സുഗുണൻ, സുരേഷ് ഹരി എന്നിവർ എഴുതിയ വരികൾക്ക് AB സാമുവലാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.